कार्पण्यदोषोपगतस्वभावकपृच्छामि तं धर्मसुमूढचेतः यश्रेयस्या निश्चितं ब्रूहि तन्मे शिष्यस्येऽहं चातिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഗീതയിലെ 10-ാം അധ്യായം വിഭൂതി യോഗത്തിൽ 5 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞ യഥാർത്ഥ ഭക്തിയുടെ സിദ്ധിയാണ് 11 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അതിൽ 4-5 ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി, ആത്മവിഷയമായ അറിവ്, വ്യാമോഹരാഹിത്യം, ക്ഷമ, സത്യം, ഇന്ദ്രിയങ്ങളെ അടക്കൽ, മനസ്സിനെ നിയന്ത്രിക്കുക, സുഖം, ദുഃഖം, ഉൽപ്പത്തിനാശങ്ങൾ, ഭയം, ഭയമില്ലായ്മ, അഹിംസ, സമഭാവന, സംതൃപ്തി, തപസ്, ദാനം, സൽകീർത്തി, ദുഷ്കീർത്തി എന്നിങ്ങനെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന ഈ ഭാവങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യനാണ് ഇതൊക്കെ തിരിച്ചറിയാനും റിസോർട്ട് ചെയ്യാനുള്ള കഴിവുള്ളത്. അപ്പം നമ്മളിൽ തന്നെ പ്രകടമാകുന്ന ഈ ഭാവങ്ങൾ ഇതെപ്പോഴെങ്കിലും ഏതെങ്കിലും ഭൗതിക കാര്യത്തിന് പോലും നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഈശ്വരൻ്റെ ഭാവം ദൈവിക സമ്പത്തായിട്ട് നമുക്ക് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്നുമുണ്ട്. അറിഞ്ഞോ അറിയാതെയാണെങ്കിലും ഉപയോഗിക്കണം. കാരണം ഇത് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു നിരീശ്വരവാദിക്ക് പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞുകൊണ്ട് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്, ആത്മവിഷയമായ അറിവ്, നമുക്ക് നിസ്സാര കാര്യങ്ങൾ പോലും ഓർമ്മ കിട്ടുന്നതൊക്കെ ആത്മവിഷയമായ അറിവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് ചിന്തിച്ചാൽ നമ്മൾ ചിലപ്പോൾ വ്യർത്ഥമായിട്ട് ഇതൊക്കെ എനിക്ക് സാധിക്കാത്ത കാര്യമാണെന്ന് ഉറപ്പുള്ളത് ഇത് വെറുതെ ചിന്തിച്ചിരിക്കേണ്ട, ആഗ്രഹിക്കേണ്ട. ഈ വ്യാമോഹം, രാഹിത്യമൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത് ഫീൽ ചെയ്യും, യാതൊരു സംശയമില്ല. ഇത് പറയുന്ന ഭാവങ്ങളൊക്കെ ഓരോരുത്തർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെന്നർത്ഥം. അതൊന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അതൊന്ന് ഫീൽ ചെയ്യുക, ഇല്ലേ അനുഭവിക്കുക. അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു സിദ്ധി. ഭക്തിയുടെ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്ന ഈശ്വരൻ്റെ ഭാവങ്ങൾ നമ്മളിലൂടെ നമ്മൾ അനുഭവിച്ചറിയണം. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാ. ഇതിനടിസ്ഥാനമായിട്ടുള്ളത് ആത്മവിഷയമായ അറിവാണ്. ആത്മവിഷയമായ അറിവ് എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമല്ല, ഒരു വസ്തുവല്ല, പ്രത്യക്ഷത്തിലുള്ളതല്ല, അതൊരു ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മളിപ്പം ധ്യാനത്തിലൂടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് പഠിച്ചത്. ഇത് ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരം മുഴുവൻ അത് ആക്ടിവേറ്റ് ചെയ്ത് 50% ആക്ടിവേഷൻ ഉള്ളൂ. സാധാരണ ഒരു ജന്മം കിട്ടുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ പറയുന്ന ഈശ്വരീയ ഗുണങ്ങൾ 50% ആണ് ദൈവിക സമ്പത്തമായിട്ട് കിട്ടിയേക്കണത്. അത് നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരും ആയിക്കോട്ടെ, ഏത് ജാതി മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, എൻ്റെ 50% ആസുരീ സമ്പത്ത്, അതായത് ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് തമോ ഗുണത്തിലും രജോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നവരായാലും ആസുരീ ഭാവമുള്ളവരായാലും ഇത് ഉപയോഗിക്കാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പം ഇത് ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ ഭക്തിയോഗ സിദ്ധിയിലൂടെ കടന്നു പോകാത്ത ഒരു ജീവജാലങ്ങളും ഇല്ല. കാരണം ഈ ഭാവങ്ങൾ ഈശ്വരൻ്റെ ഭാവങ്ങളാണ്. അതിൽ നിന്നാണ് നല്ലതോ ചീത്തയോ സുഖമോ ദുഃഖമോ ജനനോ മരണമോ വാട്ടവർ കേസ് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, വ്യത്യസ്ത ഭാവങ്ങളൊക്കെ എന്നിൽ നിന്നാണ്. നമുക്ക് ഈ പറയുന്ന ശക്തിയൊക്കെ നമ്മളെ ഭൗതിക കാര്യത്തിനാണെങ്കിലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നർത്ഥം, നമ്മുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട്. അത് ദൈവിക സമ്പത്തിനെ ആശ്രയിച്ചു കൊണ്ടായിരിക്കണം ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ. നമ്മളെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത്. ശരിക്കും നേരെ തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് പിന്നെ ഈശ്വരനെ തീരെ ആശ്രയമില്ല, ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം. അതാണ് നിരീശ്വരവാദിയും യുക്തിവാദിയൊക്കെ ആയിട്ട് നടക്കുന്നത്. എന്നാലും അവർക്ക് യൂട്ടിലൈസേഷൻ ചെയ്യണം, ഈ എനർജി യൂട്ടിലൈസ്. ജീവനില്ലെങ്കിൽ ഇതൊന്നും സാധ്യമില്ലല്ലോ. ഈ ജീവന്റെ ഭാവമൊക്കെ അവരറിയാതെ തന്നെ അവരിലൂടെ പ്രകടമാകുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടെന്നർത്ഥം.
അപ്പം അതുകൊണ്ട് അതാണ് വിഭൂതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കേണ്ട ആദ്യത്തെ ഭക്തിയോഗ സിദ്ധി. ഭഗവാൻ പറഞ്ഞിട്ടുള്ള 9-ാം അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ സിദ്ധികളാണ് ഇവിടെ. അത് നമുക്ക് നല്ലതോ ചീത്തയായിട്ടുള്ള എല്ലാ ഭാവങ്ങളും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്, അതായത് ജീവാത്മാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈശ്വര സാന്നിധ്യം. ആ സാന്നിധ്യം കൊണ്ടാണ് നമ്മളിതൊക്കെ അനുഭവിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് ഭഗവാൻ പറയുന്നു, മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തത മദ്ഭാവ മാനസാജാത യേഷാം ലോകം ഇമാപ്രജ. അത് മനുഷ്യന് മാത്രമല്ല, സപ്തമഹർഷയ 7 മഹർഷിമാരും, അതായത് സപ്തർഷികൾ, പൂർവേ ചത്വാര 4 എന്ന് പറയുന്നത് ആരാ? സനകാദികളാണ് 4 എന്ന് പറയുന്നത്. തഥാ മനവ, അപ്രകാരം തന്നെ മനുക്കളും, മൽഭാവ എൻ്റെ പ്രഭാവത്തോടു കൂടിയവരും, മനസ്സാ ജാത മനസ്സിൽ നിന്ന് ജനിച്ചവരുമാകുന്നു. ലോകേ ഇമാ പ്രജ, ലോകത്തിൽ ഈ പ്രജകളെല്ലാം ഏഷാം അവരുടേതാണ്. ആരുടേതാണ്? സപ്തർഷികളിൽ നിന്ന് പിൻഗാമികളായിട്ട് വന്നിട്ടുള്ളവരാണ് ഇന്നത്തെ നമ്മളടക്കം. ഇപ്പൊ സപ്തർഷികളും അവർക്ക് മുമ്പുള്ള 4 എന്ന് പറയുന്നത് സനകാദികൾ, അപ്രകാരം മനുക്കള് എൻ്റെ പ്രഭാവത്തോടു കൂടിയവരും എൻ്റെ മാനസപുത്രന്മാരുമാകുന്നു. ലോകത്തിൽ കാണപ്പെടുന്ന സകല ജീവരാശികളും അവരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സപ്തർഷികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എഴുതിയെടുക്കേണ്ടവരോ എഴുതിയെടുത്തോളൂ. മരീചി, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലഹൻ, കൃതു, വസിഷ്ഠൻ എന്നിവരാണ് സപ്തർഷികൾ. സനകാദികൾ എന്ന് പറയുന്ന 4 എന്ന് പറയുന്നത് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഈ ശ്ലോകം പലതരത്തിൽ വ്യാഖ്യാനപ്പെട്ടിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, വൃഷ്ടിയുടെ ഉള്ളിലും പുറത്തുമുള്ള നാനാത്വ പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണവും ഉപദാന കാരണവും പരമാത്മാവ് തന്നെ എന്നിവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ സപ്തർഷികളുണ്ടായതും സനകാദികളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നാണ് പിന്നെ പ്രജാ ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മളടക്കമുള്ള പ്രജകൾ, മറ്റ് ജീവജാലങ്ങളുടെ പാരമ്പര്യം, 84 ലക്ഷം തരം ജീവജാലങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ സപ്തർഷികളുടെ പരമ്പരയിൽ നിന്ന് തന്നെയാണ് എന്നർത്ഥം. ഏതാം വിഭൂതി യോഗം ച മമ യോ വേത്തി തത്വതാ സോ വികമ്പേന യോഗേന യുജ്യതേന അത്ര സംശയം. മമ ഏതാം വിഭൂതി യോഗം ച, എൻ്റെ ഈ വിഭൂതിയും യോഗവും, യാ തത്വിത വേത്തി, യാതൊരുവൻ താത്വികമായിട്ട് അറിയുന്നുവോ, സ അവികമ്പേന അവൻ അചഞ്ചലമായ യോഗേന യുജ്യതേ യോഗത്തോടു കൂടിയവനായിത്തീരും. അത്ര ന സംശയ, ഇതിൽ യാതൊരു സംശയവും വേണ്ട. അതായത് ഈ പറഞ്ഞ വിഭൂതിയെപ്പറ്റി, വിഭൂതിയും യോഗവും യാതൊരുവൻ താത്വികമായിട്ടറിയാം. ഇത് തന്നെയാണ് 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ താത്വികമായിട്ട് അറിയണം എന്ന് പറഞ്ഞു. ഈ യോഗം ഉള്ളവർക്കേ താത്വികമായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. ഭഗവാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കർമ്മത്തെ താത്വികമായിട്ട് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തത്വത്തെ അറിയുക എന്നർത്ഥം. അവർ അചഞ്ചലമായ യോഗത്തോടുകൂടി ആയിത്തീരും. സംശയമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇവിടെ യാതൊരു സംശയത്തിനും ഇടയില്ല. വേണ്ട വിധത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അനുസരിച്ചാൽ ആ വ്യക്തിയിൽ ഈ യോഗം പ്രാപ്യമാണ്. അചഞ്ചലമായ യോഗത്തോടു കൂടി ഇവനായിത്തീരും. ഇതിൽ ഒട്ടും സംശയം വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ വിഭൂതി എന്ന് പറയുന്നത് സമഷ്ടി പ്രപഞ്ചത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രകാശനങ്ങളും യോഗം വൃഷ്ടിഭാവവും ആകുന്നു. താത്വികമായിട്ട് അറിയുക എന്ന് പറയുമ്പോൾ അനുഭൂതിയായിട്ട് സാക്ഷാത്കരിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇപ്പം ഈ പറഞ്ഞ ഭഗവാന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. എല്ലാ ജീവജാലങ്ങൾക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ ഈ ഭാവങ്ങൾ നമ്മൾ അനുഭവിച്ച ഓരോന്നായിട്ട്, വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നമുക്കുണ്ടോ ഇല്ലയോ, അതെങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാലാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം നമ്മൾ അനുഭവിച്ചറിയുക.
പിന്നെ ആത്മവിഷയമായ അറിവ്, നമുക്ക് ഏത് തരത്തിലുള്ള അറിവ് കിട്ടുന്നുണ്ടെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിലും മറവി ഉണ്ടാകുന്നെങ്കിലും അത് ആത്മവിഷയമായ അറിവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുക. കാരണം ജീവന്റെ സ്വഭാവം അത് തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെ ആണെങ്കിലും നമുക്ക് നിസ്സാര കാര്യങ്ങൾ പോലും, ഭൗതിക വസ്തുക്കൾ പോലും ഓർമ്മ വരുന്നുണ്ട്. ഈ ഓർമ്മ എവിടുന്ന്? ആത്മാവിൽ നിന്നാണ്. ആത്മാവിലാണ് ഓർമ്മയുടെയൊക്കെ സ്ഥിരാകേന്ദ്രം. അറിവുണ്ടാകുന്നത് അതിൽ നിന്ന് തന്നെയാണ്. ഏത് തരത്തിലുള്ള അറിവും, നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ആ അറിവിന്റെ സോഴ്സ് എവിടുന്ന? ആത്മശക്തി. അപ്പൊ ആത്മവിഷയമായ അറിവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ആ മോഹരാഹിത്യവും അവസരോചിതമായിട്ടൊക്കെ വന്നു പോകുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ക്ഷമയും സത്യത്തെ പാലിക്കാനും ഒക്കെ തന്നെ തോന്നും. അപ്പൊ ഇതൊക്കെ ഈ വ്യത്യസ്തമായ ഭാവങ്ങള് നമ്മുടെ ജീവിതത്തിൽ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ സാധിച്ചാൽ, അനുഭൂതിയായിട്ട് സാക്ഷാത്കരിക്കുന്ന, അനുഭവിച്ചറിയുന്നതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്യത. അഹം സർവസ്യ പ്രഭവ, ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭസ്ഥാനമാകുന്നു. മത്ത സർവം പ്രവർത്തതേ, എന്നിൽ നിന്ന് സർവവും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതി മത്വാ ബുധ, ഇപ്രകാരം അറിഞ്ഞിട്ട് വിവേകികൾ ഭാവസമന്വിത, ഭാവസമുന്നതരായിട്ട് മാം ഭജന്തേ, എന്നെ ഭജിക്കുന്നു. ഞാൻ സർവപ്രപഞ്ചത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമാകുന്നു. സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇപ്രകാരം അറിഞ്ഞിട്ടുള്ള വിവേകികൾ പരമപ്രേമത്തോടുകൂടി എന്നെ ഭജിക്കുന്നവരായിട്ട് മാറും. ഈ ഒരു അനുഭവം ഉണ്ടായാലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അചഞ്ചലമായ ഭക്തിയിലേക്ക് വരും. അനുഭവിച്ചറിയണം എന്നർത്ഥം. നമ്മൾ കേൾക്കുന്നതൊക്കെ ഉപരിപ്ലവമായിട്ട് കേട്ട് നമ്മൾ ഇത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതനുസരിച്ച് അതിൽ നിന്ന് അനുഭവജ്ഞാനമൊക്കെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് പ്രായോഗിക തലത്തിൽ എത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി സ്ഥാനമാകുന്നു. സർവവും എന്നിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്രകാരം അറിഞ്ഞ വിവേകികൾ ആണ് പരമപ്രേമത്തോടുകൂടി എന്നെ ഭജിക്കുക. ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞ ആള് ഒരു കാരണവശാലും പിന്നെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് വ്യതിചരിക്കുകയൊന്നുമില്ല. യഥാർത്ഥ ഭക്തിഭാവത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ആരൊക്കെ എന്തൊക്കെ പാരിതോഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഈ ഭക്തിയുടെ ഭാവം വിട്ടിട്ടുള്ള ഒരു കച്ചവടം യഥാർത്ഥ ഭക്തനിൽ നിന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പം അതാണ് പരമമായ പ്രേമം. പിന്നെ ഈശ്വരനെ വിട്ടിട്ടുള്ള ഒരു കളിയും ആ ഭക്തൻ തയ്യാറാകില്ല. ഏത് ഭൗതിക കാര്യത്തിനും എന്ത് കാര്യത്തിനും പോയാലും വേണ്ടില്ല, അവര് ഈശ്വരനിൽ ഉറച്ച മനസ്സോടുകൂടിയവരായിരിക്കും എന്നർത്ഥം. ഇത് മാത്രമല്ല, പിന്നെ അവരെന്തെങ്കിലും ചെയ്താൽ മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തസ്സ മാം നിത്യം തുഷന്തീജ രമന്തീജ. അവരാണ് ശരിക്കും അനായാസന ജീവിതം എന്ന് മാത്രമല്ല, എപ്പോഴും പ്രസന്ന ചിത്തതയോടുകൂടി, ഇല്ലെങ്കിൽ എപ്പോഴും സന്തോഷപ്രദമായിട്ട് സമാധാനത്തോടുകൂടി ജീവിതം നയിക്കുന്നവരെ ഈ ഈശ്വരീയ സാക്ഷാത്കാരം നേടിയവർക്ക് സാധിക്കും. ഇതാണ് ജീവൻ മുക്തിഭാവം എന്ന് പറയുന്നത്. പിന്നെ അവരെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും മച്ചിത്ത മദ്ഗതപ്പാണ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ എൻ്റെ ചിത്തമാണ്. അവർക്ക് എന്നെപ്പറ്റി അല്ലാതെ ഒരു ബോധവും പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ പരസ്പരം ബോധയന്ത പരസ്പരം ബോധിപ്പിക്കുകയും ചെയ്യും. അവരവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാകാം. അവരവരുടെ സ്വഭാവത്തിൻ്റെ ക്രിയേഷൻ അനുസരിച്ചുകൊണ്ട്, അവരവർക്ക് കിട്ടിയിരിക്കുന്ന വാസനാബലം അനുസരിച്ചുകൊണ്ട് ഈശ്വരനെ അനുഭവിച്ചറിയുന്നത് ചിലപ്പോൾ വ്യത്യസ്തമായ പാതയിലൂടെ ആണെങ്കിലും ആത്യന്തികമായിട്ട് യഥാർത്ഥ ഈശ്വരീയ അവബോധമുണ്ടായാൽ എല്ലാവരുടെയും ലക്ഷ്യവും എൻഡിങ്ങും ഒരു സ്ഥലത്താവും. അപ്പം ബോധയന്ത പരസ്പരം. പിന്നെ അവർക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഞാൻ ഇന്നത് ചെയ്തിട്ടാ എനിക്ക് ഇത്രയൊക്കെ സാധിച്ചത്, അങ്ങനെ പറയുമല്ലോ നമ്മൾ സാധാരണ.
ആധ്യാത്മികവാദയിലേക്കുള്ള പ്രവേശനം എവിടെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും ചിലർ തമ്മിൽ കണ്ടാൽ. എങ്ങനെയാണ് ഈ ലൈഫ് ചേഞ്ച് വന്നത് എന്ന് ചോദിക്കും. അതാണ് മച്ചിത്ത മദ്ഗത പ്രാണബോധേന്ദ പരസ്പരം എന്ന് പറയുന്നത്. അപ്പോൾ പരസ്പരം വ്യത്യസ്തമായ സ്വഭാവമായതുകൊണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും സാക്ഷാത്കാരം നടക്കുക. അപ്പോൾ പരസ്പരം പങ്കുവയ്ക്കും. ഒരു ഘട്ടം കഴിഞ്ഞാലോ ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒന്നിലായിരിക്കും. സ്വഭാവം ഏകദേശം ഒന്നായിട്ട് മാറും. മനസ്സിലെ വിചാരങ്ങളും ഒക്കെ ഒരേ തന്മയീഭാവം എല്ലാവർക്കും കിട്ടും. അവിടെയാണ് ശരിക്കും ഈശ്വര സാക്ഷാത്കാരം ഒന്നിച്ച് നേടാൻ സാധിക്കുക എന്ന് പറയും. അതിനൊക്കെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ച് ഇരിക്കുന്നവനായിരിക്കണം. ഇന്ദ്രിയ വൃത്തികളെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിൽ അർപ്പിച്ചവനായിരിക്കണം. അവരാണ് വിവേകികളെന്ന് വിശേഷിപ്പിക്കുന്നത്. അവരെപ്പോഴും എന്നെക്കുറിച്ച് തന്നെ പരസ്പരം ബോധിപ്പിച്ചും എന്നെ കീർത്തിച്ചും എപ്പോഴും സന്തുഷ്ടരായിട്ട് സുഖമായിട്ട് ജീവിതം അനുഭവിക്കുന്നത് അവരായിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണോ? ജീവിതം അസാധ്യകരമായിട്ടാണ് നിങ്ങൾക്ക് തോന്നാറ്? അതോ എന്തിനിങ്ങനെ ജീവിക്കണു, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചിന്ത വരാറുണ്ടോ? അത് വിഷാദരോഗത്തിലേക്ക് പോകും അങ്ങനെയൊക്കെ വന്നു. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ബി പോസിറ്റീവ്. എന്ത് വന്നാലും വേണ്ടില്ല, അതിനെയൊക്കെ ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്നെ കീർത്തിച്ചും എപ്പോഴും സന്തുഷ്ടരായിട്ട് സുഖമായിട്ട് അനുഭവിക്കുകയും ചെയ്യും. എന്ത് വന്നാലും വേണ്ടില്ല, അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് ഭൗതികമായ ഏറ്റവും വലിയ നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മുടെ ഫോർമാലിറ്റി എന്താ, അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ്. നിങ്ങളുടെ വീട്ടിലാരുടെയെങ്കിലും ഞാൻ വന്നാൽ നിങ്ങൾ ആദ്യം എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കും അല്ലേ? ചായ വേണോ, കാപ്പി വേണോ? നമ്മുടെയൊക്കെ ശ്രദ്ധ ഇതിലാണ്. ഞാൻ നേരെ തിരിച്ചാൽ എനിക്കിതൊന്നും വേണ്ട, നിങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വർത്താനം പറയുമെന്ന് പറയും. ഇതാണ് മച്ചിത്താബത്ത്. നിങ്ങളുടെ അനുഭവം പറയും. നല്ലത് ചീത്തയായിക്കോട്ടെ, ആ അനുഭവം പറയൂ. അത് നിങ്ങൾ എന്ത് ആധ്യാത്മികമോ അല്ലെങ്കിൽ ഭൗതികമോ നിങ്ങളുടെ റൂട്ട് സംശയിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഏത് റൂട്ടിലാണെന്ന് പോലും ഉറപ്പില്ലാതെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. കുറച്ച് നേരം എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി. ഈ ചായ ഉണ്ടാക്കി അതിന് വെറുതെ സമയമൊന്നും കളയണ്ട. എത്ര കാലമായി ഈ ചായയൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? എന്തൊക്കെയാണ് ഉണ്ടാക്കി കഴിച്ചിരിക്കണേ? എന്നിട്ട് ആത്മവിഷയമായ അറിവ് കിട്ടിയോ? അതിന് സത്സംഗത്തിലൂടെ മാത്രമേ കിട്ടൂ. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പോലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ക്ലാരിഫൈ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സദ്ഗുരുവിൻ്റെ ഇല്ലെങ്കിൽ അതുപോലുള്ള തത്വദർശികളായിട്ടുള്ള ഇവരുടെ അടുത്ത് സമീപിക്കണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അനുഭവജ്ഞാനമുള്ളവരെ സമീപിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊക്കെ ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാനിൽ എപ്പോഴും മനസ്സുറപ്പിച്ചിരിക്കണം. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എപ്പോൾ ചെയ്യുന്നവരായിക്കോട്ടെ, എപ്പോഴും ഏത് സമയത്ത് ചെയ്താലും ഭഗവാനെ വിടരുത്. മനസ്സുറപ്പിച്ച് വെച്ചുകൊണ്ട് ഏത് കാര്യവും ചെയ്യാൻ സാധിക്കും. ഇന്ദ്രിയവൃത്തികളെ മുഴുവൻ ആ കർമ്മത്തിൽ അർപ്പിച്ചവരായിരിക്കണം. അങ്ങനെയുള്ള വിവേകികൾ എന്ന് പറഞ്ഞു. വിശേഷജ്ഞാനമുള്ളവരെയാണ് വിവേകികൾ എന്ന് പറഞ്ഞാൽ. കുറച്ചെങ്കിലും എന്തൊക്കെ അനുഭവജ്ഞാനത്തിലൂടെ ബോധ്യം വന്നവർക്ക് ഈ ഒരു സ്ഥിതിയിലൊക്കെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്താലോ പരസ്പരം ഭാവേന്തക, പരസ്പരം ബോധിപ്പിച്ചും പരസ്പരം പറയുന്ന കാര്യങ്ങൾ ഈശ്വരനെ കീർത്തിക്കും അല്ലേ? ഈശ്വരനിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പം അത് യഥാർത്ഥത്തിൽ ഈശ്വരനെ കീർത്തിക്കലാണ്. കാരണം എനിക്ക് ഈശ്വര സാക്ഷാത്കാരം നേടിത്തന്നത് ഭഗവാന്റെ ശക്തിയാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുമ്പം അത് സത്യത്തിൽ ഈശ്വരനെ കീർത്തിക്കലായിരുന്നു. എൻ്റെ കേമത്വം കൊണ്ടല്ല ഇതൊക്കെ സാധിച്ചതെന്നൊരു ബോധമുള്ള ആള് ശരിക്കും ഈശ്വരന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നിമിത്തം മാത്രമാണ്, ചട്ടുകം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും.
ഇത് തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദയേഷു അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ ഭഗവാനെ പരസ്പരം ബോധിപ്പിച്ചും പരസ്പരം കീർത്തിച്ചും എപ്പോഴും സന്തുഷ്ടരായിട്ടിരിക്കണം. ഇതാണ് ജീവൻ മുക്ത ഭാഗം. അല്ലാതെ കെട്ടിവലിച്ച് ജീവിതം നയിക്കാനല്ല പറഞ്ഞേക്കണം ഭഗവാൻ. നാശോചിത് മർഹസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എപ്പോഴും സന്തുഷ്ടരായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ ഓട്ടം പാച്ചിൽ. എപ്പോഴും സന്തോഷവും സമാധാനം ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് അതിനുള്ള മാർഗം തുറന്നു കിട്ടും. ഇനി ആ ഒരവസ്ഥയിലേക്ക് എത്തിയാൽ, ഇത്രയും എത്തിക്കഴിഞ്ഞാൽ, ഇത് അനുഭവജ്ഞാനത്തിലൂടെ അവൻ സക്സസ് ആയി എന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാന് ബോധ്യം വരണം, ഇവൻ എൻ്റെ പാതയിലാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കും ഭഗവാൻ. തേഷാം സതതയുക്താനാം ഭജതയാം പ്രീതിപൂർവകം ദതാമി ബുദ്ധിയുഗം തം ഏന മാമുപയന്തി. സതതയുക്താനാം എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചവരും പ്രീതിപൂർവകം ഏത്തും ഭജാനം പ്രേമവായ്പോടെ എന്നെ ഭജിക്കുന്ന അവർക്ക്, അതായത് എപ്പോഴും ഭഗവാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അനുഷ്ഠാനങ്ങളിലൂടെ കൃത്യമായിട്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഭഗവാനെ കീർത്തിച്ചും ബോധിപ്പിച്ചും പരസ്പരം ബോധിപ്പിച്ചും എപ്പോഴും സന്തുഷ്ടരായിട്ട് വസിക്കുന്നവർ ഈ ലോകത്ത് ഇന്നുമുണ്ട്, ഇല്ലായൊന്നുമില്ല. ഇനി അതിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡേഷൻ കിട്ടിയവർക്ക് എന്നെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ ഞാൻ തന്നെ കൊടുക്കും എന്ന് പറയുന്നതാണ്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഭൂമി. ഇപ്രകാരമുള്ള വിവേകികളായിട്ടുള്ള ഭക്തിയോഗം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം ഞാൻ തന്നെ കൊടുക്കുന്നു. സതതയുക്താനാം എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചവരും പ്രീതിപൂർവം ഭജതാം ദേശാം പ്രേമവായ്പോടെ ഭജിക്കുന്നവരുമായ അവർക്ക് ഏന തേ മമം ഉപയാന്തി. അതിനാൽ അവർ എന്നെ ഭജിക്കുന്നവരായിരിക്കുന്ന അവർക്ക് യാതൊന്നിൽ അവർ എന്നെ പ്രാപിക്കുമോ തം ബുദ്ധിയോഗം ദദാമി, ആ ബുദ്ധിയോഗത്തെ ഞാൻ നൽകുന്നു. അതായത് ഭഗവാന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ലെവലിലേക്ക് എത്തണം. ഭക്തിയുടെ ശ്രേഷ്ഠത്തിൽ പരസ്പരം ബോധിപ്പിച്ചും മനസ്സിലാക്കി അവരുടെ അനുഭവങ്ങളുടെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ പ്രവേശിച്ച് അതനുസരിച്ചുള്ള അനുഭവം പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരവസ്ഥയാണ് ഭക്തിയുടെ ഒരു കാറ്റഗറി. പിന്നെ അവരുടെ ചിന്തയും വാക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായാലും ഉദ്ദേശ ലക്ഷ്യം ഭഗവാൻ ആയതുകൊണ്ട് ഇവർ പരസ്പരം അവരവരുടെ അനുഭവങ്ങൾ പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാന് മഹത്വം കൊടുത്തുകൊണ്ട് അവരവരുടെ അനുഭവം പറയുമ്പോൾ അത് ഭഗവാനെ ഓട്ടോമാറ്റിക് കീർത്തിക്കലായിട്ട് മാറും. ആ ഒരു ലെവലിലേക്ക് എത്തിയവർക്ക് പിന്നെ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം ഭഗവാന്റെ കൃപ കൊണ്ടാണ് ലഭിക്കുക എന്നർത്ഥം. അതാണ് പറയുന്നത്, ദതാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയന്തി. എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചവരും പ്രേമവായ്പോടെ എന്നെ ഭജിക്കുന്നവരും അവർക്ക് യാതൊന്നിൽ അവൻ എന്നും അല്ലെ എന്നെ പ്രാപിക്കുമോ ആ ബുദ്ധിയോഗത്തെ ഞാൻ അവന് നൽകുന്നു. എപ്പോഴും എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് പ്രേമവായ്പോടെ ഭജിക്കുന്ന ആ വിവേകികൾക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധി ഞാൻ തന്നെ അവന് നൽകുന്നു. അപ്പൊ ഭക്തിയുടെ ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബുദ്ധി കിട്ടുന്നതാണ് മേധാബുദ്ധി. ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് മേധാബുദ്ധിയാണ്. ഇത് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഈ ബുദ്ധിയോഗത്തെ അവന് പ്രദാനം ചെയ്യുന്ന അർത്ഥം. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും ഒക്കെ ഗുണവും ദോഷവും ഉണ്ട്. അത് ആസുരീ സമ്പത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നവർക്ക് പോലും ഇത് അനുഭവയോഗ്യമാണ്.
അതുകൊണ്ട് ബുദ്ധിയോഗത്തിന് മതത്വ വിഷയമായിരിക്കുന്ന സമ്യക് ദർശനം എന്നും ശങ്കരാചാര്യ അർത്ഥം നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയോഗത്താൽ ലോകമഹേശ്വരനും പരമാത്മാവുമായിരിക്കുന്ന ഭഗവാനെ സ്വസ്ഥാത്മാവായി തന്നെ അറിയാൻ കഴിയുന്നു. ഈ ഒരു ബുദ്ധിയോഗം കിട്ടണം നമുക്ക്. എന്നാലേ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ആ ബുദ്ധി ഉണ്ടോ? ഇത് വെറുതെ കിട്ടില്ല. ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഭഗവാനെ നൽകുന്നു പറഞ്ഞേക്കടെ. എന്നെ കീർത്തിച്ചും എപ്പോഴും സന്തുഷ്ടനായി സുഖമായിട്ടിരിക്കുന്ന ആള് അവൻ ഭജിക്കുന്നത് ഇഷ്ടമുള്ളവരെ ഭജിച്ചോളൂ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നൊക്കെ ഞാനും പറഞ്ഞു. മറ്റുള്ളവരും പറഞ്ഞാലും വേണ്ടില്ല, അവനവന് എന്താ വേണ്ടെന്നുള്ളത് അവരൊരു തീരുമാനിക്കണം. ആ തീരുമാനിക്കണമെങ്കിൽ ഗുണവും ദോഷം തിരിച്ചറിയണം. ഗുണവും ദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിയോഗത്തെ വേണം, മേധാബുദ്ധി വേണം എന്നർത്ഥം. അത് ഭഗവാന്റെ കൃപ കൊണ്ടേ ലഭിക്കും. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ജീവൻ മുക്തഭാവത്തിലേക്ക് എത്താൻ സാധിക്കൂ. അത് ഭൗതികമായ നേട്ടം കൊണ്ടോ പാരിതോഷികം കൊണ്ടോ ഒന്നും കിട്ടുന്ന പ്രശ്നമില്ല. ഈശ്വരനിലുള്ള അനന്യമായ ഭക്തിയിൽ നിന്നേ അത് പുറത്തു വരുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ സർവ പ്രപഞ്ചത്തിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമാകുന്നു, സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഇപ്രകാരം അറിഞ്ഞ വിവേകികൾ പരമപ്രേമത്തോടെ എന്നെ ഭജിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഭജിക്കുന്നവര് സംശയലേശമെന്നെ ഭഗവാനെ ബോധിപ്പിച്ചും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചും അത് തന്നെ ഭഗവാനെ കീർത്തിക്കലായിട്ട് മാറും. തുഷ്യന്തീജരം എപ്പോഴും സന്തുഷ്ടരായി. തുഷ്യന്തീജരം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും ഭ്രമിക്കാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അതിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് അതിലൂടെ മാത്രം ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പോ, ഈ ബുദ്ധിയോഗത്തെ കിട്ടിയാൽ മേധാബുദ്ധി പ്രവർത്തിക്കാൻ, ഇതാണ് സൂര്യബുദ്ധി എന്ന് പറയും. കൃത്യമായിട്ട് ദൃഢനിശ്ചയം ചെയ്ത് ത്യാഗമനസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധി പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നവനക്ക് സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഇനി അത് സാധിച്ചാലോ, ഈ ബുദ്ധിയോഗം കിട്ടിയാലും അതിനെ എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഈ മനുഷ്യന് എങ്ങനെ വിശേഷ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ ദുർവിനിയോഗം ചെയ്യാനൊക്കെ മിടുക്കനാ. കാരണം ഈ ബുദ്ധിയൊക്കെ വിശേഷ ബുദ്ധിയൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനവൻ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ സാധിപ്പിക്കുന്നു മാത്രമല്ല, സാധിക്കും, അതൊക്കെ സക്സസ് ആയിട്ട് വരും. ഗുണവും ദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ക്ഷമതയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായി. ആ ബുദ്ധിയോഗത്തെ കിട്ടിയാൽ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു ഭഗവാനൊന്ന് ശ്രദ്ധിക്കും. ബുദ്ധിയോഗത്തിന് മത്വത്വ വിഷയമായിരിക്കുന്ന സമ്യക് ദർശനം എന്ന് പറയുന്നുണ്ട്. ബുദ്ധിയോഗത്താൽ ലോകമഹേശ്വരനും പരമാത്മാവും ആയിരിക്കുന്ന ഭഗവാനെ സ്വ ആത്മാവായി തന്നെ അറിയാൻ സാധിക്കുന്ന ബുദ്ധിയാണ് മേധാബുദ്ധി. പിന്നെ ഓട്ടോമാറ്റിക് ആണല്ലോ ഗുണവും ദോഷം ഈശ്വരൻ്റെ ഭാവമൊക്കെ തന്നെ നമ്മളിൽ വരും. അപ്പം നമ്മളിൽ ഉള്ള ജീവാത്മാവ് ഈശ്വരൻ പരമാത്മാവിൻ്റെ തന്നെ അഥവാ ഈശ്വരൻ്റെ തന്നെയാണ് അംശം എന്ന് ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദൃഢനിശ്ചയം ചെയ്യാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി. ഇനി അതിലും ഭഗവാൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് ആ ബുദ്ധി വെച്ചിട്ട് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ഭഗവാന് ബോധ്യം വന്നാൽ അടുത്ത സ്റ്റെപ്പ് എടുക്കും. അതെന്താ? തേഷാം സതതയുക്താനാം അല്ല തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ നാശയന്ന ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസത. ഭഗവാന്റെ ശക്തി നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ച് അജ്ഞാനത്തിൻ്റെ വേര് പിഴുതെറിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിൻ്റെ പ്രകാശം ചൊരിയും, ആദിത്യവജ്ഞാനായിട്ട് മാറും. അപ്പം അതുകൊണ്ട് തേഷാമേവ അനുകാമാർത്ഥം,
ഇപ്രകാരം അനുകമ്പ കൊണ്ട് ആ മഹാജ്ഞാന അജം മമ എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ ലയിക്കാനിടവരും. ലയിക്കാൻ ഉതകുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനചന്തമ്മ നാശയന്നാത്മഭാവസോ ജ്ഞാനദീപേന ഭാസത. ഈ ബുദ്ധിയോഗത്തെയും ഭഗവാൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അടുത്ത ആക്ഷനാണ് ആര് ആണോ ഈ ബുദ്ധിയോഗത്താൽ ഈശ്വരനെ പരമപ്രേമത്തോടെ ഭജിക്കുകയും തൻ്റെ കർത്തവ്യകർമ്മം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളെ ഒന്നുകൂടെ ഉയർത്തും. എങ്ങനെ? അത് ജ്ഞാനമാകുന്ന ദീപത്തിലൂടെ അവരുടെ അതായത് തേഷാം അനുകമ്പാർത്ഥം ഏവ അവരുടെ അനുഗ്രഹത്തിൽ തന്നെ അഹം ആത്മനാ അവസ്ഥാഹ ഞാൻ ആത്മപ്രഭാവത്തിൽ നിന്ന് ആ ആത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭാസ്വതാ ജ്ഞാനദീപേന പ്രകാശിക്കുന്ന ജ്ഞാനദീപത്താൽ അജ്ഞാനജം തമ അജ്ഞാനജന്യമായിരിക്കുന്ന തമസ്സിനെ നാശയാമി നശിപ്പിക്കുന്നു. അതായത് ഭഗവാൻ എപ്പോൾ കൃപ ലഭിക്കുന്നോ ഭഗവാൻ തന്നെ അവൻ്റെ അന്തർയാമിയായിട്ട് അകത്ത് കയറിയിരുന്ന് അജ്ഞതയുടെ കവചത്തെ ഭേദിച്ച് ജ്ഞാനത്തിൻ്റെ ദീപത്തെ തെളിയിക്കും. ജ്ഞാനദീപേന ഭാസത. ജ്ഞാന ദീപപ്രകാശത്താൽ അർജുന് അജ്ഞാനജന്യമായിരിക്കുന്ന അന്ധകാരം നീങ്ങുമ്പോൾ അജവും അനാദിയും പരമ്പൊരുളുമായാണ് ഈ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലേ എന്താ സ്വാമി സാക്ഷാത്കാരം? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അജ്ഞാനത്തിൻ്റെ കവചത്തെ പൂർണ്ണമായിട്ട് ഭസ്മമാക്കി കളഞ്ഞിട്ട് ജ്ഞാനത്തിൻ്റെ പ്രകാശം ഉണ്ടാകും. ആ നിമിഷം തന്നെ ജീവൻ മുക്ത സ്വസ്വരൂപ തന്മയീ ഭാവത്തിലേക്ക് എത്തുക എന്നർത്ഥം. അങ്ങനെ ജ്ഞാനദീപ പ്രകാശത്താൽ അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങുമ്പോൾ അജവും അനാദിയുമായിരിക്കുന്ന പരമ്പൊരുൾ തന്നെയാണ് ആത്മാവെന്ന് പ്രകാശിക്കുന്നതെന്ന് സാക്ഷാത്കാരമാണ്. ഇപ്പൊ തന്നിൽ പ്രവർത്തിക്കുന്ന ജീവാത്മാവായിട്ടിരിക്കുന്നില്ലേ നമുക്ക് ചിന്തിക്കാനും പറയാനും സാധിക്കുന്നത് ജീവൻ ശരീരത്തുള്ളത് ആ ജീവൻ പരമാത്മാവ് തന്നെയാണെന്ന് ബോധ്യം വരുന്നതാണ് യഥാർത്ഥത്തിൽ അജ്ഞാനത്തിൻ്റെ തിമിരം മാറണമെങ്കിൽ. അത് ഇപ്പൊ പറയുമ്പം കേൾക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്. എപ്പോഴും അത് തന്നെ ഉറപ്പിച്ച് നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ അന്ധകരണശുദ്ധി ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് അജ്ഞാനത്തിൻ്റെ ദീപം കളയണമെങ്കിൽ അജ്ഞാനത്തിൻ്റെ ആ തിമരം മൂടുപടം മാറ്റണമെങ്കിൽ ഭഗവാന്റെ കൃപ തന്നെ വേണം. എപ്പോഴാണോ ഒരു ഭക്തന് ഭഗവാന്റെ അനുകമ്പയുണ്ടാകുന്നത് അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആവണമെന്നർത്ഥം. പിന്നെ ഒരു കാര്യത്തിനും അവൻ ബുദ്ധിമുട്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് നമ്മളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ ഹിതം അനുസരിച്ച് അവൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കും. അവൻ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് വേണ്ടത് സംഭാരം ഒരുക്കി കൊടുക്കുന്നതൊക്കെ ഭഗവാനായിരിക്കും. അതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. ഇത് അനുഭവത്തിൽ വന്നാൽ സാക്ഷാത്കാരായി. നിങ്ങളൊക്കെ എന്തുദ്ദേശിക്കുന്നോ, എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കോ, ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതിന് വേണ്ടുന്നതൊക്കെ ഏതെങ്കിലും സോഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് അനുഭവത്തിൽ എത്തിയാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ സാധിക്കുന്നുണ്ട്. എവിടുന്നാ സാധിക്കണമെന്ന് അറിയാം. നിസ്സാരം ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാൽപ്പായസം കഴിക്കണമെന്ന് തോന്നിയിട്ട് അത് അവിടുത്തെ സ്വാമി തന്നെ ഞാൻ ഒരിടത്ത് പോയിട്ട് വരുമ്പം പാത്രത്തിൽ പിടിച്ചുകൊണ്ട് നിന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നും എനിക്കങ്ങനെ തോന്നലൊന്നുമില്ല. പക്ഷെ അന്ന് പെർട്ടിക്കുലറായിട്ട് ഇന്ന് പായസം കഴിക്കണം തോന്നി. എന്തിനാ പറയണേ? 2 ദിവസം മുമ്പിലത്തെ അനുഭവം, ഇവിടെ ഉണ്ടായ അനുഭവം പറയാം. ഇവിടെ ഈ സമർപ്പണ ദിവസം അന്തർജനങ്ങളോട് അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു,
ഇന്നലെ 100 സപ്താഹയുടെ ദിവസം അന്ന് നിങ്ങൾക്ക് തിരുവാതിര പഠിച്ചൊരു ടീമൊക്കെ ഉണ്ട്, നിങ്ങൾ വന്നിട്ട് ഇവിടെ ഒരു തിരുവാതിര കളിച്ചോളൂ എന്ന് പറഞ്ഞു. ആ ശരിയെന്ന്, സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം മുമ്പ്, അതായത് ഇന്നലെ നടക്കേണ്ട സംഗതി 2 ദിവസം മുമ്പ് തന്നെ അവർക്ക് അടുത്ത ബന്ധുക്കളെ, ഒരു ടീമെന്ന് പറഞ്ഞാൽ 10, 15, 12 പേരെ പറ്റുണ്ട് ഇവരെ, അതിലെ പകുതി കൂടുതൽ ആൾക്കാർക്ക് പെല ബാധിച്ചു. അപ്പോൾ അവർ 2 ദിവസം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഈ ടീമിലുള്ളവർക്ക് തന്നെ പെല വന്നിരിക്കുന്നു, ആൾക്കാരില്ലാതെ എങ്ങനെ നടത്താൻ പറ്റുക? ഒരാൾ തന്നെ വന്നിട്ട് തിരുവാതിര കളിക്കാൻ പറ്റില്ല. തിരുവാതിരയൊക്കെ കളിക്കാം, ഞാൻ തന്നെ കളിക്കാറുണ്ട്, മനസ്സിലായില്ലേ? ആ കളി തിരുവാതിര കളിയല്ലല്ലോ. നമ്മളും പല കാര്യങ്ങൾക്കും തിരുവാതിര കളിക്കാറുണ്ട്. ഒരേ കാര്യത്തിന് തന്നെ പല പ്രാവശ്യം ചുറ്റി തിരിയും, അത് തിരുവാതിര തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെയല്ല. അപ്പം അത് അങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ എന്ത് തോന്നലുണ്ടായാലും ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുകയാണ്. പഞ്ചവാദ്യത്തിന് ഞാൻ ഒരു വാദ്യം ചെണ്ടയോ എന്തെങ്കിലും കുട്ടികളെ പറഞ്ഞു വിട്ട് ചെയ്യിച്ചാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞുള്ളൂ. അപ്പം അത് ഏറ്റെടുത്ത ആൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളെ ഇങ്ങോട്ട് വിടാം, പഞ്ചവാദ്യം ആയിക്കൊണ്ടിരുന്നു. അപ്പം മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആരെ എങ്ങനെ ഇന്നലെ നടന്നത്. അപ്പം ഈ തിരുവാതിരയുടെ കാര്യം ഒന്നും പറഞ്ഞുള്ളൂ. മിനിഞ്ഞാന്ന് നാരായണീയം വായിക്കാൻ വന്ന് ഇത്രയും സക്സസ് ആയിട്ട്, ഇത്രയും സ്ലോ മോഷനിൽ, അതായത് യാതൊരു ടെൻഷനും ഇല്ല, അടുത്ത വണ്ടിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോട് ഇന്നല്ല അവർ പാരായണം ചെയ്തത്. ഞങ്ങൾക്ക് എത്ര സമയം തരുന്നോ, ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് എത്ര സമയത്ത് നിർത്തണം എന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾ 5 മണി വരെ പാരായണം ചെയ്തോളൂ. അവരതനുസരിച്ച് ഭാഗവതാചാര്യാണ്, അതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കുന്ന, നാരായണീയം പഠിപ്പിക്കുന്ന, ഭാഗവതം പഠിപ്പിക്കുന്ന ആളാണ്. കൂടെ വന്നവരും അതുപോലെയുള്ള ഒരു 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു, ഒരു ടെൻഷനും ഇല്ലാതെ. ഒരു പദം തെറ്റിയാൽ അത് റിപ്പീറ്റേഷൻ കൊണ്ട് ആ ശ്ലോകം വീണ്ടും ചൊല്ലിയിട്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇത് മാത്രമല്ല, രുക്മിണി സ്വയംവരം വായിക്കണ സമയത്ത് അതിൽ പകുതി പേര് എഴുന്നേറ്റ് ഇവിടെ ഡാൻസ് തിരുവാതിര കളിച്ചു. അപ്പോൾ ഒരു ദിവസം മുമ്പ് തിരുവാതിര ഇവിടെ നടന്നു. നമ്മൾ ഉദ്ദേശിച്ച 20-ാം തീയതിക്കാണെങ്കിൽ 19-ാം തീയതി ഇവിടെ തിരുവാതിര കളിക്കൽ കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം പറയാതെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് സാക്ഷാത്കാരം. ഗുരുവായൂരിന്ന് വന്നവരോട് എൻ്റെ കയ്യിൽ, ഞാൻ ഗുരുവായൂരെ കളഭാണ് തൊടാറുള്ളത്. എപ്പം വീട്ടിൽ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകും, ഞാൻ എപ്പോൾ അവിടെ പരിപാടിക്ക് പോയാലും ഇവരെനിക്ക് ദക്ഷിണയായിട്ട് പ്രസാദമായിട്ട് തരും. ഞാൻ അതേ വാങ്ങാറുള്ളൂ. ബാക്കി എന്തെങ്കിലും കവറൊക്കെ തന്നിട്ടേ അവിടെ തന്നെ വെച്ചിട്ടാണ് പോരാറ്. 12 ദിവസം പണിയെടുത്താലും എത്ര ദിവസം പണിയെടുത്താലും ഒന്നും അവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ കലി ബാധിച്ച സാധനം കൊണ്ടല്ല, അതെന്ത് കവറിലിട്ട് തന്നാൽ ഞാൻ നോക്കാറ് പോലുമില്ല, അങ്ങനെ എന്നെ സമർപ്പിച്ചിട്ട്. അപ്പം ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നെ. അതുകൊണ്ട് എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പല ഘട്ടങ്ങളും അവർ തന്നെ നമുക്ക് ഇതൊക്കെയാണ് ഗുരുവായൂരപ്പൻ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ 2 ദിവസം മുമ്പ് ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം പ്രസാദത്തിന് വിളിച്ച് പറയണോ, എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിയാറായി, കുറച്ച് കളവും കൂടെ എടുത്തുകൊണ്ട്. ഞാൻ തീരാറായിട്ട് സ്വാമിയോട് പറഞ്ഞിട്ട് പാക്കറ്റ് കാശ് കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിരുന്നു. അതും കഴിഞ്ഞിട്ടില്ല, അതും ഇപ്പം തീരും, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയണോ എന്ന് വിചാരിച്ചു. എന്തായാലും പറയണ്ട, അവരെൻ്റെ മനസ്സ് അറിയാവുന്നവരാന്ന് പറഞ്ഞു. അവർ എനിക്കിവിടെ പ്രസാദം കൊണ്ടാണ് വന്നത്. ഇതാണ് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഇതാണ് മച്ചിത്ത മദ്ഗത പ്രാണബോധം എന്ന പരസ്പരം. അപ്പം നമ്മളൊരു കാര്യം ആവശ്യപ്പെടണം എന്ന് വിചാരിച്ചാൽ പോലും ആവശ്യപ്പെടാതെ തന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ് ഉരുക്ക് കൂട്ടിയിട്ടൊക്കെ വരുന്നതിൽ നമ്മൾ ഇച്ഛിക്കുന്ന ഒരു കാര്യം മറ്റേ ആൾ ഡെഡിക്കേറ്റഡ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഇല്ലെങ്കിൽ ഇത്ര കിട്ടണം എന്ന് പറഞ്ഞാൽ, ഭഗവാന് പോയിട്ടൊരു നേദ്യം വെച്ച് കൊടുത്തിട്ട് എനിക്ക് ഇത്ര കിട്ടിയാലേ വെക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഡെഡിക്കേഷനൊന്നുമല്ല. ഇവിടെ വന്നിട്ട് ഒരാൾ ഇവിടെ വരുന്നവരൊക്കെ അങ്ങനെയാണ്. എന്തിന് ഓട്ടോറിക്ഷ പെട്ടിയോട്ടം കൊണ്ട് വന്നിട്ട് ഇവിടെ കല്ലിറക്കാൻ വന്നവൻ പോലും എൻ്റെ ഒപ്പം പണിയെടുക്കാൻ തയ്യാറായിട്ടാണ് നിന്ന്, മനസ്സിലായില്ലേ? എന്ത് കിട്ടും, തിരുമേനി ഒന്നും തന്നില്ലേലും വേണ്ട, തിരുമേനിയുടെ ഒപ്പം ഞാൻ നിൽക്കാമെന്ന്. അതൊക്കെയാണ് ഡെഡിക്കേഷൻ. ഇതൊക്കെ ആരാ പ്രേരണ നൽകുന്നത്? നമ്മളൊരു കാര്യം ഈശ്വരൻ ഇച്ഛിക്കുന്ന, ഈശ്വരാർപ്പണമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതൊക്കെ നമ്മൾ ഇച്ഛിക്കുന്ന പോലെ ആ കാര്യങ്ങൾ നടത്തിക്കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പം അതിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ തന്നെ വരും. ആരും ഒരു പരസ്യം വിളിച്ചു വരുത്തി ക്ഷണിച്ച് ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് വരെ, പ്രത്യേകം ഞാൻ പോയി നേരിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഊണ് കഴിക്കാൻ വന്നില്ലെങ്കിൽ അവൻ്റെ തൊണ്ണഭാഗ്യമല്ലേ ഇല്ലാതായത്. അത് യഥാർത്ഥ ഡെഡിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. ഇവർ പാരായണം ചെയ്യണം കേട്ടിട്ട്
ഇവിടുത്തെ മേശാന്തി ഇവിടെ വന്ന് അവിടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേട്ടു. എന്നിട്ട് പോണ വഴി അദ്ദേഹം ഇവിടെ കയറുന്നു. ആരാ ടീം അത് പാരായണം ചെയ്യണമെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞു. ഇതുപോലെ നാരായണീയം വായിക്കാൻ ഇവിടെ എല്ലാ മാസവും നാരായണീയം വായിക്കണമുണ്ട്. ഇവരെങ്ങനെയെങ്കിലും 1 മണിക്കൊന്ന് തീർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓട്ടാ. അത് സഹസ്രാമം ജപിച്ചാലും വേണ്ടില്ല, ഭജന നടത്തിയാലും വേണ്ടില്ല, ഒരു സമയക്രമം വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ടാർഗറ്റാണ്, അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞം. അത് ഡെഡിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല അതിന്. അതുകൊണ്ട് യഥാർത്ഥ സാക്ഷാത്കാരവർക്ക് സാധിക്കില്ല. കാരണം ഇത് ചടങ്ങെന്നുള്ള നിലയിലാണ് കൊണ്ടു നടക്കണേ. അതാണ് പ്രശ്നം. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അനുഭവം ഉണ്ടാവുക? അനുഭവം ഉണ്ടാവില്ല. ആധ്യാത്മികമായിട്ട് മറ്റുള്ളത് നോക്കുമ്പോൾ എല്ലാം 30 ബുധനാഴ്ചയിലെയും 30 വ്യാഴാഴ്ചയും ഭജന ചൊല്ലുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചടങ്ങെന്നുള്ള നിലയിൽ ഇങ്ങനെ നടക്കും. ഈ വിദ്യാകർമ്മത്തിൽ പെടും. പക്ഷേ അതുകൊണ്ട് അന്ധകരണശുദ്ധിയും വിവേകവും ഉണ്ടാവില്ല. ആധ്യാത്മിക രംഗത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കും. അത് വ്യർത്ഥമായി ഭവിക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ അത് പറഞ്ഞു ആവശ്യപ്പെടുകയൊന്നും വേണ്ട. ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം ഭഗവാൻ നിങ്ങൾക്ക് നൽകും എന്ന് മാത്രമല്ല, ആ ബുദ്ധിയോഗത്തേക്ക് മേധാബുദ്ധിയാണ് ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധി. അത് ലഭിച്ചിട്ട് അതിൽ നമുക്ക് എന്ത് കിട്ടിയാലും വേണ്ടില്ല. അതിൽ ചിലപ്പം ഈ തുടക്കക്കാർക്കൊക്കെ ചിലപ്പം എന്താ പറഞ്ഞേ, അഹങ്കാരം, ബലം, ദർപ്പം. ഏറ്റവും വലിയ ശത്രു അഹങ്കാര. അപ്പം അത് വന്നു ഭവിച്ചാൽ ചിലപ്പം റിവേഴ്സ് അടിക്കും, വഴുതിപ്പോവും. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രദ്ധിക്കെന്ന് പറഞ്ഞത്. ഈ ബുദ്ധിയോഗത്തെ കിട്ടിയാൽ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻ്റലക്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ആ ബുദ്ധിയെ ഉപയോഗിക്കുന്നതെന്ന് ഭഗവാൻ ശ്രദ്ധിക്കും. ഭഗവാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് കണ്ടാൽ അടുത്ത സ്റ്റെപ്പിലാണ് തേഷാമേവാനി കമ്പാർത്ഥം അഹം അജ്ഞാനചന്തമ നാശയൻ ആത്മഭാവസോ ജ്ഞാനദീപേന വാസത. അവിടെയാണ് ആത്മബോധത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. അവിടെയാണ് ഈശ്വരീയ ജ്ഞാനം, ആത്മജ്ഞാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക. അത് ഭഗവാന്റെ കൃപ കൊണ്ട് ലഭിക്കൂ. ഈ ജ്ഞാനം ലഭിച്ചാലും ആ ജ്ഞാനത്തിലും ഉണ്ടാകും നിങ്ങളുടെ ശത്രു. എന്താ? അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ജ്ഞാനിയാണ്, എന്നെപ്പോലെ അറിയാവുന്നവരാരുമില്ല, അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയണ കേൾക്കണം, ഇങ്ങനെ. പിന്നെ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും 10 വാക്ക് പറഞ്ഞു തന്നാൽ അതിന് റേറ്റ് ഇട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ആ ജ്ഞാനത്തെയും ദുർവിനിയോഗം ചെയ്യലാണ്. 1 മണിക്കൂർ പ്രൊഫഷണം നടത്താൻ വേണ്ടിയിട്ട് 5000 രൂപ ചാർജ് വാങ്ങുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. വേദപണ്ഡിതനാ, പക്ഷെ റൈറ്റ് ഇട്ടാൽ ഇവർക്ക് സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃപ കൊണ്ടായി ജ്ഞാനം ലഭിച്ചത്. എന്നിട്ട് അത് ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അടുത്ത സ്റ്റെപ്പ് കാറില്ല. അതാണ് പ്രശ്നം. മോക്ഷം എന്ന് പറയുന്നത്, ജീവൻ മുക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത സ്റ്റെപ്പിൽ. ജ്ഞാനം നൽകുന്ന ഭഗവാന്റെ കൃപ കൊണ്ടാണ്. പക്ഷേ അടുത്ത സ്റ്റെപ്പിലാണ് മോക്ഷപ്രാപ്തിയിലേക്കുള്ള കൃപയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനത്തെ നിസ്വാർത്ഥമായിട്ട് ഭക്തജനങ്ങൾക്ക്, അതായത് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതായി ജ്ഞാനം, പരമാത്മ ജ്ഞാനം ലഭിച്ചാൽ അവർ ചെയ്യേണ്ടത്. അതിൽ പ്രീ കണ്ടീഷൻസ് വയ്ക്കുകയോ ഇല്ലെങ്കിൽ അതിനെ റേറ്റ് ഇട്ട് ഉപയോഗിക്കുകയോ അതിൽ അഹങ്കാരം കാണിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് പ്രതിബന്ധമായിട്ട് തീരും. അതായത് അവസാനം ഭഗവാന്റെ കൃപയുണ്ട്. നിങ്ങൾ എന്ത് തലകുത്തി പറഞ്ഞാലും അവസാനം ഭഗവാന്റെ കൃപ വേണമെന്നർത്ഥം. ആ കൃപ കിട്ടാതിരിക്കും. അപ്പോൾ വീണ്ടും അത് എന്ത് ശുഭകാര്യം ചെയ്താലും നശിച്ചു പോകുന്നില്ല, ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അത് വീണ്ടും ചിലപ്പോൾ ഒരു ജന്മം കൂടെ വേസ്റ്റാവും. എനിക്ക് എന്തുകൊണ്ടാണ് മോക്ഷം പ്രാപ്തമാകാത്തത് എന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പം ഭഗവാനോട് ചോദിക്കും, ഭട്ടതിരിപ്പാടിന് പോലും അത് ഉണ്ടായി, ഇനി എനിക്ക് മോക്ഷം കിട്ടണ ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ ഇനി എന്ത് ചെയ്യുന്ന ഭഗവാന്റെ അടുത്ത് ചോദിക്കേണ്ടി വന്നു. ഇവിടുന്ന് ഇത്രയൊക്കെ ചെയ്തിട്ട് 100 ദിവസം ഭജനമൊക്കെ കഴിഞ്ഞു, നാരായണീയം സമർപ്പിച്ചു, ഒക്കെ കേമം. ഈ പാണ്ഡിത്യം കൂടുതൽ അതാ കുഴപ്പം. സംസ്കൃത പാണ്ഡിത്യം കൂടുതലായിരുന്നു. അതിൻ്റെ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരാളെ വിളിച്ച് എന്താ പറഞ്ഞ ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് വസ്ത്രമോ ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാൾക്ക് നിങ്ങൾ സഹായിക്കാമെന്ന് വിചാരിച്ചോ.
കുറച്ച് ദിവസം കഴിയുമ്പോഴേ പിന്നെ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ ഉപയോഗിച്ചിട്ട് അയാളുടെ എല്ലിൻ്റെ ഇടയിൽ കുത്താൻ തുടങ്ങും. എന്നിട്ട് ഇതെൻ്റെ അവകാശമാണെന്ന് പറയാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇത് ഇപ്പം ഞാൻ ഉറക്കൊന്നും പറയാൻ പാടില്ല, എന്നാലും മോഹൻജിയുടെ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. ഞാൻ ചാരിറ്റി പ്രവർത്തനത്തിന് സഹായിക്കാറൊക്കെ ഉണ്ട്, നമ്മുടെ യഥാശക്തി. ഓരോ ദിവസവും ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ വരും, ഇന്ന ആൾ രോഗിയായിട്ട് കിടക്കണു, ഇന്ന എത്ര ഫണ്ട് വേണം, ഓപ്പറേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്നും നോക്കാറില്ല, ഞാനതൊന്നും കേൾക്കാറില്ല. പക്ഷേ സ്ഥിരമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്പോൺസർ ചെയ്തിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് ദിവസവും എല്ലാ മാസവും അമ്മു കെയറിൽ നിന്നൊക്കെ ഫണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലർ ആ ഗ്രൂപ്പിൽ തന്നെ ഈ മാസം പൈസ കിട്ടിയില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ടു, കേൾക്കാനിട വന്നിട്ട്. അപ്പോൾ ഈ അവകാശമായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ സ്ഥിരമായിട്ട് ചെയ്താൽ ഒരാൾക്ക്. ഇന്നത്തെ ചോറ് കിട്ടിയില്ല എന്ന് പറയും, ദിവസവും നിങ്ങൾ ചോറ് കൊടുത്താൽ. ശരിയല്ലേ? ഒരു ദിവസം കിട്ടിയില്ലെന്ന് വെച്ചിട്ടും അത് അങ്ങനെ ഒരു പ്രതീക്ഷ, നിഷ്കളങ്ക ശുദ്ധ മനസ്സാണെങ്കിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കില്ല. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല സിദ്ധ്യസിദ്ധ്യവും സമഭൂത്ത. അതാണ് യോഗിയുടെ ലക്ഷണം. അപ്പം ഇങ്ങനെയൊക്കെ കൺസിക്വൻസീസൊക്കെ ഇത്തരത്തിലൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് അതൊക്കെ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പട്ടതിരിപ്പാടായാലും ഇല്ലെങ്കിൽ പൂന്താനമായാലും ഇവരുടെയൊക്കെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പഠിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇവർക്കൊക്കെ ഭക്തിയിൽ നിന്ന് അവരുടേതായ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന അവരുടെ പാത നമ്മൾ പിന്തുടർന്നാൽ നമ്മുടെ അച്ചീവ്മെൻ്റ് എന്താ? നിങ്ങളുടെ ഭക്തി, നിങ്ങൾ ചെയ്യുന്ന ഭക്തി കൊണ്ട്, ഡെഡിക്കേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് സാക്ഷാത്കാരം അനുഭവം ഉണ്ടായത് എന്താണെന്ന് അറിയേണ്ടത്. അവരൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് സമർപ്പിച്ച് സ്ഥലം വിട്ടു കഴിഞ്ഞു. അപ്പം ഈ ജ്ഞാനിയൊക്കെ ആയിട്ടിരുന്നിട്ടും അദ്ദേഹത്തിന് വരെ മോക്ഷമാർഗം തെളിയാതെ ഇരുന്നിട്ട് ഭഗവാനോട് തന്നെ ചോദിക്കേണ്ട ഒരവസ്ഥയുണ്ടായി, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാന്റെ ഭക്തനാണെങ്കിൽ പിന്നെ റൂട്ടൊക്കെ തെളിയിച്ചു തരും. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന പാതയിൽ ഓട്ടോമാറ്റിക്കായിട്ട് മോക്ഷം കിട്ടിക്കോണം നിർബന്ധമില്ല. നമ്മൾ അവസാന ഘട്ടം വരെ ഭഗവാന്റെ ആ പാത പിന്തുടർന്നെണ്ണം അത്ര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ഞാൻ എൻ്റെ കേമത്തം കൊണ്ടാണ് ഇതൊക്കെ നടത്തിയ ജ്ഞാനത്തിൻ്റെ അഹങ്കാരവും പാണ്ഡിത്യവും ഒക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ വഴുതിപ്പോവും. അതാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. അവസാനം തിരിച്ചു വരേണ്ടി വരും. ഓരോരുത്തരുടെയും റൂട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ എത്ര ഡെരിക്ക ഗുരുവായൂരപ്പനെ ഭജിച്ചാലും വേണ്ടില്ല. പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നല്ലോ. ആ സമർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് വിഷമിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ചോദിക്കേണ്ടി വന്നു, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നേ? ഈ ശരീരം ഒന്ന് ഉപേക്ഷിക്കണമല്ലോ. യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവരാരും ആത്മഹത്യ എന്ന വാക്ക് തന്നെ തെറ്റാ ഞാനേ സംബന്ധിച്ച്. ഞാൻ പറയുന്ന ആത്മാവിനെ ഹനിക്കാൻ ആർക്കും സാധ്യമല്ല. നൈനം ചിന്തന്തി സസ്ഥാനെ നൈനം ദഹതി ഭാവക. അപ്പം അത് തെറ്റായിട്ട് ബോധമുള്ളവരാണ് ജ്ഞാനികൾ. അപ്പോൾ എന്നാലും ശരീരം കൊണ്ട് നമുക്ക് ജീർണിച്ച അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നുമില്ല, എങ്ങനെയൊന്നും ഇതൊന്നും ഉപേക്ഷിച്ച് തിരക്കില്ല എന്നൊരവസ്ഥയൊക്കെ ചിലപ്പോൾ തോന്നും. കാരണം ആർക്കും സ്വയം ബുദ്ധിമുട്ടും മറ്റൊരാൾക്കും കൂടെ ബുദ്ധിമുട്ടായിക്കൊണ്ട് എന്തിനെങ്ങനെ അപ്പം മൃത്യു ജയിക്കുന്നതാണ് നല്ലതെന്നൊക്കെ തോന്നും. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ പട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കലുണ്ടായിട്ടുണ്ട്, ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിർദ്ദേശം കൊടുത്തു, മൂക്കതല ഭഗവതിയെ പോയി ഭജിച്ചോളൂ, അവിടുന്ന് ശരീരം ഉപേക്ഷിച്ചോളൂ പറഞ്ഞു. അത് സക്സസ് ആയതിൻ്റെ തെളിവ് നിങ്ങൾക്ക് ഇന്നും മൂക്കതല ഭഗവതിയുടെ അടുത്ത് പോയാൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം ഉണ്ടായ സ്ഥലം ജീവൻ മുക്തി എന്ന് കണക്കാക്കാൻ, ജീവൻ മുക്തി ശരീരം ഉപേക്ഷിച്ച സ്ഥലത്ത് ഇന്നൊരു പ്രതിമയൊക്കെ മെമ്മറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ജനിച്ചു വളർന്നതും ചന്ദനക്കാവ് ഭഗവതിയൊക്കെ ആയിട്ട് അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ മോക്ഷത്തിന് വേണ്ടിയിട്ട് എവിടെ പോയി ഗുരുവായൂരപ്പൻ നിയോഗിച്ചു, എവിടെ പോയിട്ട് ഭജിക്കേണ്ടി വന്നു? തിരിച്ചില്ലത്ത് പോയിട്ട് അവിടെ കിടന്ന് മരിക്കണം എന്നൊക്കെ വാശി പിടിച്ചിരുന്നാൽ നടക്കില്ല. നമുക്കും ഉണ്ടല്ലോ ചില സമയത്ത്, എൻ്റെ പേരിലൊരു വീടുണ്ട്, എനിക്ക് ഇവിടെ കിടന്ന് തന്നെ മരിക്കണം, ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഓടിക്കളിച്ചതും ഇവിടെയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ കിടന്ന് മരിക്കണം എന്ന് പറഞ്ഞ് എത്രയോ പേര് വാശി പിടിച്ച് ഇരുന്നവർ വെള്ളം വന്നപ്പോൾ കൊണ്ടുപോയി എവിടെയോ കൊണ്ടുപോയി ഇട്ടിട്ട് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു.
ജലശായി ആയിരിക്കുന്ന ഭഗവാൻ വിചാരിച്ചാൽ സാന്നിധ്യം മാത്രം കൊണ്ട് നമ്മളെ ഏതിലേ വേണമെങ്കിലും ഒഴുക്കിക്കൊണ്ട് പോകും. നമ്മൾ നിശ്ചയിച്ചതിന് ഓരോ നിമിഷവും സംഭവിക്കുന്നതിന് വിട്ടുകൊടുത്തേക്കാം. യു ബി ഫ്രീ. നമ്മളത് ഇന്നത് ഫീൽ ചെയ്യാം. അടുത്ത ഈ മുൻവിധിയോട് കൂടി ഒരിക്കലും ജീവിതത്തെ കാണരുത്. എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിച്ചോളും. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല അതിനൊക്കെ പോസിറ്റീവായിട്ട് സ്വീകരിക്കൂ. സിദ്ധ്യസിദ്ധ്യോ സമഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്നല്ലേ ഭഗവാൻ പറഞ്ഞേക്കണേ. അതിനുള്ള ജ്ഞാനം ഭഗവാൻ നൽകും. ആ ജ്ഞാനം കിട്ടിയാൽ അവിടെ ആ ജ്ഞാനത്തെ ദുർവിനിയോഗം ചെയ്യാതെ ഏറ്റവും വലിയ ജ്ഞാനത്തെ ഭഗവാൻ പരമാത്മ ജ്ഞാനം, ആത്മവിഷയമായ ജ്ഞാനമാണ്. അത് ലഭിച്ചാൽ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ അത് മാർഗദർശനമായി ഭവിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഗുരുസ്ഥാനീയനായിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം ഞാൻ എങ്ങനെ ആയെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഭക്തി ഇല്ലാത്തവർക്ക് തോന്നും എന്തിനാ തിരുമേനിയുടെ അനുഭവമൊക്കെ പറയണേന്ന് തോന്നും. എനിക്ക് എൻ്റെ അനുഭവം ഇല്ലാതെ മറ്റൊരാളുടെ അനുഭവം ഞാനെങ്ങനെ പറയാം? അഥവാ നിങ്ങളുടെ ആരുടെങ്കിലും അനുഭവം പറഞ്ഞാൽ അത് കഥയായിട്ട് മാറും. എൻ്റെ അനുഭവം പറഞ്ഞാൽ തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു കഥയായിട്ട് മാറുക. അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷെ എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ജന്മം ചെയ്താൽ മറക്കാൻ പറ്റില്ല. അതാണ് തത്വദർശികളെ സമീപിക്കാൻ ഭഗവാന്റെ കാരണം. അനുഭവജ്ഞാനം ഇല്ലാത്തവരെ നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി സമീപിച്ചാൽ സംശയം തീർത്തു തരാൻ അവരെ കൊണ്ട് സാധ്യമല്ല. കാരണം സംശയം തീർത്ത് തരുന്നതിൻ്റെ അനുഭവം ഉണ്ടാകണം. ഈ പറയുന്ന ആധ്യാത്മിക ജ്ഞാന മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന കൺസിക്വൻസീസ് അനുഭവിച്ചിട്ട് യഥാർത്ഥ റൂട്ടിൽ ആരാണോ പ്രവേശിക്കുന്നത് അവരാണ് തത്വദർശി. അവരെ സമീപിക്കാനാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നമ്മൾ ഭക്തി മാർഗത്തിൽ പരമപ്രേമത്തോടെ മനസ്സുറപ്പിച്ചുകൊണ്ട് ഭജിക്കുകയാണെങ്കിൽ ഈ ഘട്ടമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കടത്തിവിടും. നമ്മളൊന്നും പ്രാർത്ഥിക്കുകയോ ആവശ്യപ്പെടുകയോ ഒന്നും വേണ്ട. അവസാനം ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് പോയി ചേരുകയും ചെയ്യും. അത് നിങ്ങൾ മോഹിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ട് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാനെ പ്രാപിക്കാനുള്ള കർമ്മയോഗത്തെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക. അപ്പോൾ ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തും. അപ്പം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇനി അർജുനന് ചില സംശയമൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇപ്പം 6 തൊട്ട് 11 ശ്ലോകങ്ങളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ 9-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഭക്തിയോഗ സിദ്ധിയാണ് 11 ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ഇനി ആ ഈ ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക്, അതായത് ഭഗവാൻ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ അനുകമ്പ കൊണ്ട് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ അജ്ഞാനത്തിൻ്റെ തിമിരത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കി ജ്ഞാനദീപം പ്രകാശിപ്പിക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ വിഭൂതി എവിടെ എങ്ങനെ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ. കാണുന്നതും കേൾക്കുന്നതും ഈ പ്രപഞ്ചത്തിൽ സർവ്വവ്യാപിയായിരിക്കുന്ന ഭഗവാനെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയവർക്ക് മാത്രമേ സാധിക്കൂ. സൂര്യനെ കണ്ടാലും ചന്ദ്രനെ കണ്ടാലും എന്തൊക്കെ കണ്ടാലും അതൊക്കെ ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണമെങ്കിൽ ഈശ്വരൻ്റെ മനസ്സ് വേണം, ഈശ്വരീയ ജ്ഞാനം വേണം. ആത്മബോധത്തോടെയുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രം വീക്ഷിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ച ശ്രീ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും 84 ലക്ഷം തരം ജീവജാലങ്ങളും എന്തിനു പറയുന്നു, ഓരോ വായുവിൻ്റെ അണുവിലും ഈശ്വരൻ്റെ സർവ്വവ്യാപിത്വം മനസ്സിലാക്കണമെങ്കിൽ, വിഭൂതിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. ദേശാമേവ അനുകമ്പാർത്ഥം മഹം മച്ചാനചന്തമ നാശയൻ ആത്മഭാവസ്വോ ജ്ഞാനദീപേന ഭാസത എന്നൊരവസ്ഥയിലേക്ക് ഭഗവാന്റെ ആ ഒരു കൃപയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈശ്വരനെ വിഭൂതിയായിട്ട് എല്ലായിടത്തും വിസ്തരിച്ചും ചുരുക്കിയും എവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഈ 10 ശ്ലോകങ്ങൾ ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അത് 10-മോധ്യായ വിഭൂതിയോഗ ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണുമേം പരമം വച യത്വേഹം പ്രിയമാണായ വൈശ്യാമ്യഹിതകാമ്യയാ
നമേ വിദുസുരഗണാഃ പ്രഭവൻ ന മഹർഷയ അഹം ആദർഖി ദേവാനാം മഹർഷിണാം ച സർവശഃ യോം ആം അജാനാതീം ച വേത്തീം ലോകമഹേശ്വരം അസമ്മൗഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യത്തെ ബുദ്ധിജ്ഞാനസമ്മോഹ ക്ഷമാ സത്യം ദമശമ സുഖദുഃഖം ഭാവോ അഭാവോ ഭയം ച ഭയമേവ ച അഹിംസാ സമതാ തുഷ്ടിം തപോദാനം യശോ യശ ഭവന്തി ഭാവാ ഭൂതാനാം മത്തയേവ പൃഥ്വീഗതാം മഹർഷയ സത്വപൂർവേ ചത്വാരോ മനവസ്തത മൽഭാവാ മാനസാ ജാത യേഷാം ലോകമിഭാം പ്രജാം ഏതാം വിഭൂതിയോഗം ച മമ യോ വേത്തി തത്വദാ സോ വികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയം അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തത്തെ ഇതി മത്വാ ഭജന്തെ മാം ബുധാഭാവസമന്വിതാ മच्चित्ता മദ്ഗതപ്രാണ ബോധയന്തഃ പരസ്പരം കഥയന്തസ്യ മാം നിത്യം തുഷ്യന്തി ചരമന്തി ച തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാമുപായന്തി തേ തേഷാമേവ അനുകമ്പാർത്ഥം അഹമജ്ഞാനചം തമഃ നാശേന്നാത്മഭാവസ്തോ ജ്ഞാനദീപേന ഭാസതാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്തത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാജ ശംഖുചക്രം കൗമോദകീം സരസിജംഗരുഡാസമുദ്രം രാധാസഖായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.